തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഏദൻ കടലിടുക്കിൽ 4 അമേരിക്കൻ കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചു. ഇതിൽ ഒരെണ്ണം അമേരിക്കൻ പടക്കപ്പലാണ്. US പതാകയുള്ള സൈനിക സപ്ലൈ കപ്പലുകളാണ് മറ്റു 3 എണ്ണം. ഒരു US ഡിസ്ട്രോയർ പടക്കപ്പലും സ്റ്റെന ഇംപെക്കബിൾ, മേഴ്സ്ക്, സരട്ടോഗ, ലിബർട്ടി ഗ്രേസ് എന്നീ 3 സപ്ലൈ കപ്പലുകളുമാണ് ആക്രമണത്തിന് ഇരയായത്. 16 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ക്രൂയിസ് മിസൈലും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂത്തികളുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പറഞ്ഞു. ഗസയ്ക്കെതിരായ അതിക്രമങ്ങൾ അവസാനിക്കാത്ത കാലത്തോളം US ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഏദൻ ഉൾക്കടലിലൂടെ പോവുകയായിരുന്ന പടക്കപ്പലുകളെയും സപ്ലൈ കപ്പലുകളെയുമാണ് ഹൂത്തികൾ ആക്രമിച്ചതെന്ന് അവർ അറിയിച്ചു. കപ്പലുകൾക്കോ ജീവനക്കാർക്കോ നാശമുണ്ടായിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. US നേവി ഡിസ്ട്രോയറുകളായ USS സ്റ്റോക്ക്ഡെയിൽ, USS ഒക്കെയ്ൻ എന്നിവയ്ക്ക് സമീപമാണ് മിസൈലുകൾ എത്തിയതെന്നും സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവന പറയുന്നു. 2023 ഒക്ടോബർ 7 ഫലസ്തീനുകൾ തൂഫാനുൽ അഖ്സ തുടങ്ങിയതിനു ശേഷം ശക്തമായ പിന്തുണയുമായി ഹൂത്തികൾ രംഗത്തുണ്ട്. ഇന്നലെ ഇസ്രായേലിലെ സൈനിക താവളം ഫലസ്തീൻ 2 മിസൈലുകൾ ഉപയോഗിച്ച് അവർ ആക്രമിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.